ആരോ വിഷം കഴിച്ചു എന്ന് കേട്ടായിരുന്നു. ചത്രണ്ടാവും. അപ്പൊ എന്ത് തെമ്മാടിക്കുഴിയാ. ഏയ് മറിയക്കുട്ടിന്റെ നെഞ്ചത്ത് കിടക്ക. അന്നെടുത്തേ. അറിയാമോ വന്നിട്ടോ. ഒരു കട്ടറിന്റെ എടുത്തു. മാറൂച്ചേ. അതെ, തൂമിച്ചത്ത വക്കീലെ കുഴി ഇന്ന് മാന്തേണ്ട സേവിക്ക്. തെമ്മാടിക്കുഴിയിൽ കഷ്ടം തന്നെ നിന്റെ കാര്യം. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ബിട്ടുമ്മളെടുത്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. മുതലാളിയുടെ ഗസ്റ്റ് ഹൗസിൽ അത്യാവശ്യം തൂപ്പും തുറപ്പായിട്ട് നീ കുടിക്കോ? അതെ, വാച്ചിലായിട്ട് ഞാൻ ഗസ്റ്റ് ഹൗസിൽ തന്നെ കാണും. അപ്പൊ കൊച്ചൊന്നും പേടിക്കുകയും വേണ്ട. സേവി നിനക്കൊരു രക്ഷയാവും. വാച്ചർക്കറിയ ഗസ്റ്റ് ഹൗസിൽ മാത്രം കാവല് നിന്നാ മതി. തെമ്മാടിക്കുഴിയിൽ വന്നിട്ട് കെട്ടിയോക്ക് കാവല് നിൽക്കണ്ട. ആകെ ഞാൻ ഇറങ്ങാം. ശവന്തിനി പോയോ? നീ എന്തു പറയുന്നു? സേവിച്ച അടുക്കളയിൽ ഒന്നുമില്ല. മൊത്തം തീർത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കുറെ നാള് കൂടി കിട്ടിയ പണിയാ. വരുന്നോ? തെമ്മാടിക്കുഴിയിലേക്ക് കുഴി മാന്തി എല്ലും കൂടും തലയോട്ടിയും ഒക്കെ പുറത്തെടുക്കുന്നത് കാണാം. നല്ലതാ പഠിക്കുന്നേ.
നാശം. ഉള്ള തേങ്ങയും കൂടി ശവന്തീനി കൊണ്ടുപോയി. ആകെ ഇതെങ്ങടുത്ത് വെച്ചേ? ആകെ ആ ഇതെങ്ങടുത്ത് വെച്ചേ? ഞാനിപ്പോ വരാം. എവിടെ പോവാ? കുളിക്കുന്നില്ലേ? ഞാൻ പുഴയെ കുളിച്ചാ. അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ പോയിട്ട് വരാം. സേവിച്ചാ, സേവിച്ചാ, സേവിച്ചാന്ന് ഉറക്കെ വിളിച്ചതാ ഞാൻ. ആര് കേൾക്കാൻ, ആര് മറുപടി പറയാൻ? വർഷം 13 അന്ന് തൊട്ട് ഇന്ന് വരെ 2 പാത്രം കഞ്ഞി ഞാൻ എടുത്തു വയ്ക്കും രാത്രിയിൽ. അപ്പച്ചൻ രാത്രിയിൽ വന്നു, കുടിച്ചതിന്റെ ബാക്കി എനിക്ക് തന്നൊക്കെ ഞാനങ്ങ് സങ്കല്പിക്കും. മോളെ, ഇങ്ങനൊരു മനസ്സിലെടുപ്പ് അമ്മച്ചി ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് ചതിയാ. പ്രതീക്ഷയല്ലേ മോളെ ഇത്? എന്നെങ്കിലും മോളുടെ അപ്പച്ചൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഇത്രയെങ്കിലും വേണ്ടേ നമുക്ക്? മോള് കഞ്ഞി കുടിക്കും. ഉറങ്ങിയില്ലായിരുന്നു. സേവിച്ച് അടിവാരത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്നു. എവിടെയോ പോണെന്ന് പറഞ്ഞു. ഇതിവിടെ ഏൽപ്പിക്കാൻ തന്ന കുറച്ച് സാധനങ്ങളാ. ദാ, ആ മേടിച്ചോ. നല്ല പൂസായിരുന്നു. വേറെ എവിടെയെങ്കിലും ചേക്കൊണ്ടാവനെ. മറിയക്കുട്ടിയുടെ മോളെ വിളിക്കണല്ലേ? ഇവിടെ തനിച്ചിരിക്കാൻ പേടിയാവണുണ്ടോ? ഞാൻ കൂട്ടിരിക്കട്ടെ. വേണ്ട, കറിയച്ച പൊക്കോ. അപ്പോ ഞാനിവിടെ നിൽക്കണ്ട അല്ലേ? ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കണ്ണിലൊന്ന് ആവി പിടിക്കണം. കമ്പ് കൊണ്ടതാന്നേ. ആ നേഴ്സ് പെണ്ണെന്തോന്നോ തേച്ച് തന്നേ ഉള്ളൂ. നല്ല വേദന. പിന്നെ അതെ, എന്ത് ആവശ്യമുണ്ടെങ്കിലും ഗസ്റ്റ് ഹൗസിലോട്ട് വരാൻ മടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇനി സമയമുണ്ടല്ലോ. അത് മാറ്റി വെച്ചിട്ട് നീ കിടക്കാൻ നോക്ക്. നിന്നെ അക്ഷരം പഠിപ്പിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ആകെ പഠിപ്പിച്ചത് മലയാളമല്ലേ? ഇതിൽ എഴുതിയേക്കുന്ന പലതും വായിക്കാൻ പോലും അറിയില്ല എനിക്ക്. എനിക്കറിയണതല്ലേ നിന്നെ പഠിപ്പിക്കാൻ പറ്റൂ. അത്രയൊക്കെ മതി. പഠിച്ചിട്ടിപ്പോൾ എന്തിനാ? നിന്റെ അപ്പച്ചനൊന്ന് വന്നിരുന്നെങ്കിൽ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. ചിലപ്പോ അപ്പച്ചനാണെങ്കിലോ? നീ ഇവിടെ ഇരിക്കെ.
ഞാൻ നോക്കാം. ആരെങ്കിലും ചത്തിട്ട് നാള് കുറെ ആയില്ലേ? പണിയില്ലാണ്ട് എങ്ങനെയാ? കുറച്ച് ദോശ ഇറച്ചിയാ വാങ്ങിച്ചോ. സ്നേഹം കൊണ്ട് വാങ്ങിച്ചോടുന്നാ, പട്ടിണി കിടക്കണ്ട. പട്ടിണി കിടന്നാലും കുറച്ച് മുളക് പൊടി ഞാൻ ബാക്കി വെച്ചേക്കും. അതെന്തിനാ? നിന്റെയൊക്കെ മുഖത്തേക്ക് കലക്കി ഒഴിക്കാൻ. പോടാ, പാതിരാത്രിയാകുമ്പോ ഇറങ്ങിക്കോളും. നല്ല വിശപ്പുണ്ട്. അതെനിക്കിതാ, അതെനിക്കിതാ, അതെനിക്കിതാ. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. കാണില്ല. ഇത് കൊടുക്കും. da da da